സച്ചിദാനന്ദ സർവവല്ലഭ നിത്യ നിർമ്മല നിർമ്മമാ സ്തുത്യനാം നിന്റെ തൃപ്പാദങ്ങളിൽ നിത്യവും ഞങ്ങൾ കൂപ്പുന്നു. വിദ്യയാം ഭിക്ഷവാങ്ങുവാൻ ഇന്നീ വിദ്യാപീഠത്തിൽ വന്നിതാ. ഉൾക്കുറുന്നാകും കുത്തിലകുമ്പിൽ നീട്ടി നിൽക്കുന്നു നിന്മക്കൾ. പൂവുകൾ തോറും കുമയിൽ പൊതിർത്തു വിടുന്നൊരു താരൻ നീ. തൂകിടണമേ ഞങ്ങൾക്കും കൃപ തുമരന്തത്തിൻ തുള്ളികൾ. Glory to the triune God. Well begun is half done. Today I am here to welcome you all to this grand inaugural ceremony. When the Science Club members insisted me to do the welcoming, I wondered why. But they mentioned that this program is not just for Science Club students, but for the whole TGM family. So without any further ado, let me welcome all of you to this grand function. I am not going to take much time to welcome you all. And I am not going to say each and every name because I know it will be taking time and you are so eager to see the eminent personalities who are with us today. So let us go to the function, let us enjoy the experience. Let's enjoy the experience with TGM. ഇതാ നമ്മൾ കാത്തിരിക്കുന്ന ആ അസുലഭ മുഹൂർത്തം വന്നെത്തിയിരിക്കുന്നു. ജനനായകൻ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സയൻസ് ക്ലബ് ഉദ്ഘാടനം ചെയ്യുന്നതിനെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പൊതുസേവനത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ അവാർഡ് നേടിയ ഏക ഇന്ത്യൻ മുഖ്യമന്ത്രി. 50 ഏഷ്യൻ പസഫിക് രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളിൽ നിന്നാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 2 തവണ നടത്തിയ തൻ്റെ ബഹുജന സമ്പർക്ക പരിപാടിയിലൂടെ 2004-ലും 2011-ലും അദ്ദേഹം സംസ്ഥാനത്തെ 14 ജില്ലകളിൽ പോയി ആടുകളിൽ നിന്ന് നേരിട്ട് അപേക്ഷകൾ സ്വീകരിച്ച് വേണ്ട സഹായങ്ങൾ കൊടുത്തു. 19 മണിക്കൂറിലധികം നിന്ന് അവസാന അപേക്ഷകനെ കണ്ടതിന് ശേഷം മാത്രമേ അദ്ദേഹം മടങ്ങാറുള്ളൂ. മുതിർന്ന ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ്,
1970 മുതൽ സംസ്ഥാന നിയമസഭയിൽ MLA ആയി, അതും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തന്നെ. 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും 2 തവണ കേരള മുഖ്യമന്ത്രി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചി മെട്രോ, തിരുവനന്തപുരത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നിവ ഉൾപ്പെടുന്ന നിരവധി വൻകിട അടിസ്ഥാന പദ്ധതികളുടെ നിർമ്മാണം. കേരളത്തിലെ ചില ഹ്യൂമൻ വെൽഫെയർ സ്കീമുകൾ ആരംഭിക്കുന്നതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭരണം നിർണായകമായിരുന്നു. 2006 മുതൽ 2011 വരെ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ്. 2018 ജൂൺ 6 ആന്ധ്രാപ്രദേശിലെ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു. ജനനായകൻ TGM സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുവാൻ സ്വാഗതം ചെയ്യുന്നു. വൈക്കം TGM വിദ്യാനികേതൻ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സയൻസ് ക്ലബിന് ഞാൻ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. കുട്ടികളെ ശാസ്ത്രലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനും അതിലൂടെ നൂതന ഭാരത സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഓൺലൈൻ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് അഭിനന്ദനാർഹമാണ്. TGM സയൻസ് ക്ലബിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ സന്തോഷപൂർവ്വം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Thank you, sir. Now, I would like to welcome our dear Principal Sri Devi Ma'am for Presidential Address. Good evening, one and all. TGM Vidyaniketan has always been keen about encouraging our students to foster in more than just curriculum and try to open up infinite possibilities. TGM Science Club, with a legacy of 20 years, started with a clear vision to encourage young minds to probe further into scientific realm and enable them to use their skills to innovate and empower the world. The club has bagged up numerous awards, including school-level science fairs, Sahodaya district-level steel model, best all awards for our school. The club always come up with a bunch of programs, even right from the month of May, which ranges from exploring a single cell through the microscope in the science lab to experiencing the stars through the telescope on school ground. Science club activities include science bulletins, magazines, working and still model developments, live experiments, nature protection campaigns, exploring myths and facts, presentations, debates, quiz programs, organizing star exploration program, training programs, chatting with science experts and scientists, etc. Science is the main key component, which is the reason behind all our development of our modern society. Today, the inaugural event has been enriched by great personalities like ex-Chief Minister Ummanchandi, Mr. O. Rajagopal, former Union Minister of State, Ms. Ramya Haridas MP, Mr. P.J. Joseph MLA and former Minister, Mr. Matthew Kurelnaran MLA, Mr. Pratapan, Vice President Maravanthuruthu Grama Panchayat, Dr. A.C. Paul, Scientist BARC, Mrs. Surabhi Lakshmi was won the National Film Award for Best Actress in 2016. Mr. Vijay Raghavan, a predominant actor for the past 14 years, who has won Asian Film Award for Best Character Actor 2020, and the list continues. Yes, more than 20 personalities to proclaim the pride of Science Club. Great personalities who has proved their proficiency and marked their signature with golden pen in the field. Today, I feel honored, privileged and proud to stand in front of you and would like to take this opportunity to sincerely thank the entire staff for their professionalism and commitment. Building a solid foundation
for their diligent work and engagement in the school. I wish the Almighty shower His blessings on this occasion on students, give them courage and motivation to maintain sustainable development and advancement in the future. From now on, let the spirit of deeply root in their minds. All the very best, Team Science Club. Thank you. Thank you, ma'am. Now, I would like to welcome a special guest, and that's none other than our dear MP from Alathur, Miss Ramya Haridas, for her special words. Ma'am, please. रघुपति राघव राजा राम पतित पावन सीताराम. ബഹുമാനിയായ രമ്യ ഹരിദാസ്, ആലത്തൂരിൽ നിന്നുള്ള ലോക്സഭ MP, പച്ച മനുഷ്യന്റെ ജീവിതത്തെ തൊട്ടറിയുന്ന സാമൂഹ്യ പ്രവർത്തക, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അംഗം, 13 സെപ്റ്റംബർ 2019 മുതൽ ആരോഗ്യ കുടുംബക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം, 9 ഒക്ടോബർ 2019 മുതൽ സ്ത്രീ ശാക്തീകരണ സമിതി അംഗം, 2019 തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതാ MP, സർവോപരി ഗായിക. ഈ അതുല്യ പ്രതിഭയെ TGM കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കോവിഡ് പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ മാനസിക പ്രയാസം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുവാനും ഭക്ഷണം കഴിച്ച് കളിക്കുവാനും സാധിക്കാതെ വീടുകളിലിരുന്ന് ഓൺലൈനിലൂടെ വിദ്യാഭ്യാസം നടക്കുകയാണ് ഇപ്പോൾ. വൈക്കം TGM വിദ്യാനികേതൻ നിങ്ങളുടെയൊക്കെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസത്തോടൊപ്പം കലാ സാംസ്കാരിക ക്ലബ്ബുകളുടെ പ്രവർത്തനവും നടന്നു വരികയാണ്. 10ഓളം ക്ലബ്ബുകളുടെ പ്രവർത്തനമാണ് സ്കൂളിൽ നടന്നു വരുന്നത്. ഇതിനോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ സയൻസ് ക്ലബിന്റെ എല്ലാ കൂട്ടുകാർക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർക്കും സ്കൂളിന്റെ കമ്മിറ്റിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. മികച്ച വിദ്യാർത്ഥികളെ സയൻസ് ക്ലബിലൂടെ ആധുനിക സാങ്കേതിക ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. Thank you, ma'am. Asadoma Tamasoma Jyotirgamaya Mrityoma Amritangamaya. Our next function is lamplight. For that, I would like to welcome Manager Sajid sir, Principal Sridevi ma'am, our dear club coordinators Rashmi Miss, Arya Miss and Tara Miss, Club Captain Amarda Girish, Club Vice Captain Bennett Samuel, parents and teachers. We TGM bow our heads together, lighting the spark of wisdom, flapping the wings of knowledge, shining like a sun and gleaming like a star. We TGM move ahead together, move ahead together, feeling of wonders in action, soothing your path of success, flying like a river and leading like a candle. We TGM move ahead together, move ahead together. We TGM bow our heads together, lighting the spark of wisdom, flapping the wings of knowledge, shining like a sun and gleaming like a star. We TGM move ahead together, move ahead together.
നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ 1000 നിറദീപങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ നിറദീപങ്ങളും തെളിയിച്ചിരിക്കുന്നത്. ഓരോ നിറദീപങ്ങളുടെയും 1000 പ്രകാശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Now, I would like to welcome our club captain Amrita Girish for taking oath. I, Amrita Girish, the newly elected Science Club leader of TGM Vidyaniketan School, do solemnly pledge in the presence of God and this assembly to abide by the rules and regulations that govern our institution and to be honest and true to the core value that it stands for. I promise to carry out the duties and responsibilities entrusted to me with courage and conviction, and above all to uphold the integrity of our alma mater at all times. I hereby pledge that I will always honor the faith and trust reposed in me and work selflessly and tirelessly for our prestige and glory of our soul. So, help us God. Jai Hind. I, Bennett Samuel, the newly elected Science Club Deputy Leader of TGM Vidyaniketan School, do solemnly pledge in the presence of God and this assembly to abide by the rules and regulations that govern our institution and to be honest and true to the core value that it stands for. I promise to carry out the duties and responsibilities entrusted to me with courage and conviction, and above all to uphold the integrity of our alma mater at all times. I hereby pledge that I will always honor the faith and the trust reposed in me and work selflessly, tirelessly for the prestige and the glory of our school. So help us God. Jai Hind. Now, it's a special moment for all of us. Our school has a legacy of 2 decades in Go Green campaign. Our aim is to live and grow with nature. Therefore, great pride and honor, I would like to welcome our former minister Sri P.J. Joseph MLA for inaugurating this year Go Green campaign. Sir, please. യേശുവേ വിശ്വാസമേ നീ നയിക്കൂ. ബഹുമാനപ്പെട്ട P.J. ജോസഫ് കേരള കോൺഗ്രസിലൂടെ കേരള രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം തൊടുപുഴ നിയമസഭ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. കേരള കോൺഗ്രസ് ചെയർമാൻ. 1978 AK ആന്റണിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി. 1981 K കരുണാകരന്റെ മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രി. 1996 EK നയനാരുടെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി. 1975 കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗം, ഗാന്ധിജി പഠന കേന്ദ്ര ചെയർമാൻ. എല്ലാത്തിലുമുപരി കേരളത്തിലെ പ്രമുഖ ബയോ ഓർഗാനിക് കർഷകരിൽ ഒരാൾ. അതേ മണ്ണിനെ തൊട്ടറിയുന്ന ഈ മലയാള മണ്ണിന്റെ മകനെ TGM വിദ്യാനികേതന്റെ സയൻസ് ക്ലബിന്റെ ഭാഗമായി നടത്തുന്ന ഗോ ഗ്രീൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുവാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വൈക്കം മറവന്തുരുത്ത് TGM വിദ്യാനികേതൻ സ്കൂൾ ആരംഭിച്ച ഗോ ഗ്രീൻ ക്യാമ്പയിൻ ഈ വർഷവും തുടരുന്നു എന്നുള്ളതിൽ ഞാൻ അങ്ങേയറ്റത്തെ അഭിനന്ദിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയ സംരംഭമാണ്. ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും. അടുത്തതായി TGM വിദ്യാനികേതനിലെ കുരുന്നുകൾക്ക് ആശംസകൾ നേരുവാനായി പ്രശസ്ത സിനിമാ താരം ശ്രീ ശിവജി ഗുരുവായൂർ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ശിവജി ഗുരുവായൂർ. വൈക്കം TGM വിദ്യാനികേതന്റെ കരങ്ങളിൽ വളരുന്ന കുട്ടികൾ നാളത്തെ വാഗ്ദാനങ്ങളാണ്. സജീവമായി പ്രവർത്തിക്കുന്ന 10ഓളം ക്ലബ്ബുകളിലൂടെ നന്മയെ വാർത്തെടുക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള TGM വിദ്യാനികേതന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സ്നേഹാശംസകളോടെ. താങ്ക് യു. Thank you, sir. Now, it's time for welcoming Sri O. Rajagopal, former Union Minister, for release the logo and title page of the science magazine Science Pro and newsletter Buffin Bullet. So, please, sir. ഓലഞ്ചേരി രാജഗോപാൽ അഥവാ O. രാജഗോപാൽ, മുൻ കേന്ദ്ര സഹമന്ത്രി, കേരള നിയമസഭയിലെ ആദ്യത്തെ ഭാരതീയ ജനതാ പാർട്ടി അംഗം, 2 തവണ MP,
കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP കേന്ദ്രമന്ത്രി. പ്രതിരോധം, നിയമം, റെയിൽവേ എന്നിവയുൾപ്പെട്ട വിവിധ മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ അതുല്യ പ്രതിഭയെ TGM വിദ്യാനികേതനിലെ സയൻസ് ക്ലബിൻ്റെ മാഗസിൻ്റെയും ന്യൂസ് ലെറ്ററിൻ്റെയും ലോഗോ പ്രകാശനം ചെയ്യുവാനായി ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ BJP മുൻ MLA ഒ രാജഗോപാൽ. കുട്ടികൾക്കിടയിൽ ശാസ്ത്രത്തിൻ്റെ അഭിരുചി വളർത്തുവാൻ വേണ്ടി വൈക്കം TGM വിദ്യാനികേതൻ സ്കൂളിൽ സയൻസ് ക്ലബിൻ്റെ ഭാഗമായി ഇറക്കുന്ന സമ്പുഷ്ടവും അറിവിൻ്റെ കലവറയുമായ സയൻസ് ന്യൂസ് ലെറ്റർ ബോഫിൻ ബുള്ളറ്റ്സ്, സയൻസ് ആനുവൽ മാഗസിൻ സിംബ്ലോറിൻ്റെയും ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ സയൻസ് ആനുവൽ മാഗസിൻ സിംബ്ലോർ ഞാൻ പ്രകാശനം ചെയ്യുന്നു. Children are naturally curious. Science at TGM nurture their curiosity and allow them to ask questions and develop the skills they need to answer. The Cyplo magazine plays a very important role by channelizing the budding talented little scientists and motivates them to discover more. Cyplo have their own magazine editorial team, mainly by passionate students who have been selected to be instructors to provide articles for the magazine. Cyplo sends updates to parents about future activities and concerns they want to be aware of. Thank you, sir. Now it's time for a special wish from none other than National Award winner Miss Surabhi. Ma'am, please. MIT മൂസ എന്ന ഒരൊറ്റ സീരിയൽ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം പാത്തുമ്മ, മികച്ച നടിക്കുള്ള 2016 ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്. അതെ, അഭിനയ കലയുടെ പകരം വയ്ക്കാനാവാത്ത വ്യക്തിത്വം ശ്രീമതി സുരഭി ലക്ഷ്മി. നമസ്കാരം. വൈക്കം TGM സ്കൂളിലെ ഓൺലൈൻ വിദ്യാഭ്യാസം വിജ്ഞാനപ്രദവും രസകരവുമാക്കാൻ വേണ്ടി 10ഓളം ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഈ ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ജൂലൈ 28 നിങ്ങളുടെ പുതിയ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനമാണല്ലേ? ആ ഉദ്ഘാടനത്തിന് എന്റെ ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ കാലഘട്ടം ഗംഭീരമാവട്ടെ, ആനന്ദമാവട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you, ma'am. Now, another important moment has reached, and that is the inauguration of our Zero Waste campaign. For that, it is my honor and privilege to welcome Dr. Matthew Kolannadan MLA for inaugurating the Zero Waste campaign. ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കുഴനാടൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായ അദ്ദേഹം മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് പ്രാദേശിക വ്യാപാര കരാറുകളിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം പ്രമുഖ പത്രങ്ങളിൽ നിരവധി ലേഖനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടാതെ അറിയപ്പെടുന്ന അഭിഭാഷകനുമാണ്. ഈ ബഹുമുഖ പ്രതിഭയെ TGM വിദ്യാനികേതൻ സയൻസ് ക്ലബിൻ്റെ ഭാഗമായി നടത്തുന്ന സീറോ വേസ്റ്റ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുവാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം പ്രിയമുള്ളവരെ. TGM വിദ്യാനികേതൻ CBSE സ്കൂൾ വൈക്കം കഴിഞ്ഞ ഏറെ കാലമായി അവിടുത്തെ സയൻസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മാതൃകാപരമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ വർഷം ഒരു ക്യാമ്പയിനായി അല്ലെങ്കിൽ ഒരു ടാഗ്ലൈനായി അതല്ലെങ്കിൽ ഒരു മോട്ടോ ആയി സയൻസ് ക്ലബ് ഏറ്റെടുത്തിട്ടുള്ളത് സീറോ വേസ്റ്റ് എന്ന കോൺസെപ്റ്റാണ്. സീറോ വേസ്റ്റ് ക്യാമ്പയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സയൻസ് ക്ലബ്ബ് നിങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും പുതിയ ചിന്തയും അല്ലെങ്കിൽ പുതിയ ഒരു കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Our day has been honored by your presence. അടുത്തതായി നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ആശംസകളുമായി എത്തുന്നു വിജയരാഘവൻ സർ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു SFIക്കാരനായിരുന്നു. രാമസിയെ കവല വെച്ച് കുത്തിയ ആ SFIക്കാരൻ ഇന്നും എന്റെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ വളരെ കത്തികേറ്റ് കളഞ്ഞാൻ മനസ്സിലാണോ?
നാളെ നിന്റെ റിസൾട്ട് വരുന്നത്. വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ശ്രീ വിജയരാഘവൻ 4 ദശാബ്ദങ്ങളായി മലയാള സിനിമയിൽ ജ്വലിച്ചു നിൽക്കുന്ന പൊൻതാരകം. ഈ അതുല്യ പ്രതിഭയെ TGM കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വൈക്കം TGM വിദ്യാനികേതനിലെ സയൻസ് ക്ലബിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കൂടാതെ അവർ തുടങ്ങി വെച്ച സീറോ വേസ്റ്റ് ക്യാമ്പയിൻ എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. നമസ്കാരം. Thank you, sir. Now, I would like to welcome Dr. A.C. Paul, sir, for keynote address. Dr. A.C. Paul, who completed his graduation in chemistry from Maharaja's College, obtained placement in the prestigious Baba Atomic Research Center, Throwback, as junior scientist. Dr. Paul's pioneering research work in the nuclear reactor CIRUS earned him the master's degree from Bombay University. Later, he switched to environmental studies and natural radioactivity. Dr. Paul undertook many national and international research projects in environment and radiation. He undertook systematically the study of pollution in the pristine Periyar River way back in 1970. The findings of his studies was published in international journals, and it formed the basis for pollution abatement steps in Periyar and other rivers in the country. With great pride and honor, we TGM family welcome you, sir. First of all, I would like to thank the TGM family for giving me this opportunity to discuss this subject with you today. The topic of our discussion is about the role of science in human life. As we all know, science has become inseparable from our lives. It has also become an important tool in the hands of multivarious human activities. There is a widespread misunderstanding that science is antagonistic to religion. When we closely examine this subject in detail, we will be able to know that there is no disparity between these two entities. Thus, evolution of life in our planet, as stated in the Old Testament of Bible and the Anu-Paramanu hypothesis in our ancient textbooks, bear testimony that there is no ambiguity between modern science and ancient beliefs. I am not going deeper into the subject now. Science over the years has grown leaps and bounds. It is very difficult and time consuming to enumerate the role of science in our lives. The basic needs like clean drinking water, food items, transportation, communication, and a host of other requirements are met with the help of science and technology. Thank you very much. Thank you, sir. ലോകത്ത് ആദ്യമായി തമോഗർത്തത്തിന്റെ ചിത്രം മനുഷ്യന് മുന്നിൽ തെളിഞ്ഞപ്പോൾ അതിൽ പങ്കാളിയായി ഒരു മലയാളി യുവതിയും. ചിത്രത്തിന്റെ തെളിച്ചം, ടെമ്പറേച്ചർ എന്നിവ പരിശോധിക്കുന്ന മോഡൽ ഫിറ്റിംഗ് ടീമിലായിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ള ഈ മിടുക്കി. Yes, it's a great honor for me to introduce and welcome a special guest, Dr. Dhanya G. Nair, scientist from Netherlands. So once again, heartily welcome Dr. Dhanya G. Nair for her motivational words. Hello everyone, a warm greetings to all the teachers and students of TGM Vidyaniketan School. I am Dhanya Nair. I am a radio astronomer working in the Joint Institute for VLB in Europe in the Netherlands. My research focuses on one of the most fascinating objects in our universe, the active galaxies and its supermassive black holes. What's the difference of an active galaxy from a normal galaxy?
For a normal galaxy, most of its light comes from the stars, the interstellar medium, the dust and the H2 regions in these galaxies. But for an active galaxies, most of its light comes right from the center of those galaxies, which we call an active galactic nucleus. It is very interesting that these galaxies host supermassive black holes in the center. Supermassive black holes means like black holes which are as massive as billion times the mass of our sun. It's also interesting that sometimes we see a feature which is an ejection of charged particles at relativistic speed from the center of these galaxies, which we call a relativistic jet. My research focuses on studying how these supermassive black holes launch these relativistic jets from the center. For my research, I make use of radio telescopes. You can find one of those radio telescopes just behind me. This one is the Dwinglow radio telescope, which is a 25-meter aperture dish which is built in 1956. There are two galaxies in this universe which are named after this radio telescope. I make use of a very elegant technique called the very long baseline interferometry technique to make the radio images of the galaxies. What I do is that I observe my galaxies with different radio telescopes which are situated in different parts of the world. For my research, I made use of 14 radio telescopes which are situated in USA, Europe and Asia. We observe the galaxies and then we collect radio signal from these galaxies. Later we combine them together in a supercomputer which we call a VLBA correlator at my institute. One of the milestones in my research was that I was able to image the regions as small as 1000 to 10,000 Schwarzschild radii in the central supermassive black holes of 174 galaxies in our universe for the very first time. Just like each one of you, I also started my journey from a very small village in Kerala. During my high school studies, I was very much influenced by the book A Brief History of Time by Stephen Hawking. It really motivated me to pursue a career in astrophysics. After my high school studies, I did my bachelor's in physics in Marthoma College in Tiruvalla along with your teacher Tara Sharath, and then I moved to Pune to do my master's in astrophysics in the University of Pune. After that, I moved to Germany to do my PhD in the Max Planck Institute for Radio Astronomy. After my PhD, I did a postdoctorate at the Max Planck Institute for Radio Astronomy, and in 2019, I started here in JIVE as a European VLBA network support scientist. I shared my journey and my research with all of you, hoping that it will inspire some of you to pursue a career in science. I wish you all the very best for your science club activities, and I hope that all these activities will give you a lot of practical knowledge of the theories you learn in science. I appreciate the initiative taken by your teachers and principal to start a science club in your school. I also thank them for giving me an opportunity to talk to all of you. I wish you all a very bright future. Believe in yourself, in your soul, and work hard to chase your dreams. Thank you. Bye. Thank you, ma'am. I'm sure our children will be inspired വൈസ് പ്രസിഡന്റ് നമ്മുടെ സ്വന്തം വാർഡ് മെമ്പറുമായ ശ്രീ VT പ്രതാപൻ, CPIM മുൻ ലോക്കൽ സെക്രട്ടറിയായി 12 വർഷത്തെ പ്രവർത്തന പരിചയം, ഓട്ടോ ടാക്സി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം, ചുങ്കം വായനശാലയുടെ ചെയർമാൻ എന്നിങ്ങനെ ജനസേവനത്തിനായി മാറ്റിവെച്ച ജീവിതം. നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പറിന് TGM കുടുംബത്തിലേക്ക് സ്വാഗതം. മറവന്തൂരത്ത് ഗ്രാമപഞ്ചായത്തിലെ ഏക CBSE സ്കൂളാണ് TGM വിദ്യാനികേതൻ. 2 പതിറ്റാണ്ടായി നമ്മുടെ നാട്ടിൽ മികച്ച പ്രവർത്തനമാണ് TGM വിദ്യാനികേതൻ നടത്തിവരുന്നത്. ഇതിനോടകം മികച്ച വിജയത്തിനും അതുപോലെ തന്നെ കലാകായിക മേഖലകളിൽ നടത്തിയ സംഭാവനകൾക്കും അംഗീകാരം നേടിയിട്ടുണ്ട്. 2 പതിറ്റാണ്ടിലധികമായി വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. സയൻസ് ക്ലബിൻ്റെ പ്രവർത്തനം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. 2 പതിറ്റാണ്ടായി നടത്തിവരുന്ന ഈ സയൻസ് ക്ലബിന് എൻ്റെ എല്ലാവിധ ആശംസകളും. Thank you, sir, for your wishes. Now I would like to welcome Mother Superior of Trust, Sister Elizabeth. വർഷക്കാലമായി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വൈക്കം TGM വിദ്യാനികേതന്റെ സ്കൂളിലെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. TGM സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം മികച്ച രീതിയിൽ തീരട്ടെ എന്ന് ആശംസിക്കുകയും അത് വൈക്കത്തിനൊരു അഭിമാനമായി തീരട്ടെ. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇതിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സിസ്റ്റർ എലിസബത്ത്.
സെന്റ് മേരീസ് കോൺവെന്റ് കോഴിമല തിരുവല്ല. Now I would like to welcome Father John Matthew for his valuable blessings. പ്രിയ TGM കുടുംബാംഗങ്ങളെ, ഞാൻ ഫാദർ ജോൺസ് മാത്യു. TGM വിദ്യാനികേതൻ എക്കാലത്തും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിന് എന്നും അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന മറവന്തുരുത്ത് ഗ്രാമത്തിൻ്റെ കാവൽ പിതാവായ മറോഗീൻ സഹദായുടെ ദേവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിച്ച കാലഘട്ടത്തിൽ ഈ വിദ്യാലയവുമായി അടുത്ത് പ്രവർത്തിക്കുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഓൺലൈൻ പഠന കാലഘട്ടത്തിൽ പാഠ്യേതര വിഷയത്തോട് ചേർന്ന് കുഞ്ഞുങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം വിവിധങ്ങളായ ക്ലബ്ബുകൾ സ്കൂളിൽ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. 2021 ജൂലൈ മാസം 28 സയൻസ് ക്ലബിൻ്റെ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും വ്യക്തിപരമായ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും സമർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി. Thank you, Father, for the blessings. Now I would like to welcome most charming actress Marin Philip for her lovable words. പൂമരം, ഹാപ്പി ദർബാർ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടി മെറിൻ ഫിലിപ്പ്. മെറിൻ ഫിലിപ്പിനെ ഞങ്ങളുടെ സയൻസ് ക്ലബിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെറിൻ ഫിലിപ്പ്. TGM വിദ്യാനികേതൻ മറവൻതുരുത്ത് സ്കൂളിന്റെ എല്ലാവിധ ക്ലബ് പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അടുത്തതായി നമ്മുടെ ചടങ്ങിലേക്ക് അഡ്മിനിസ്ട്രേറ്റർ മാത്യു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Hi dear friends, teachers and students of TGM family. First of all, I take this opportunity to thank you for calling me to wish your science club. I wish all best wishes. The main objective of a scientific club is to realize and develop scientific attitude and improve your talents. Science club is the best platform to provide opportunities to show your scientific talents and skills. I can say with pride, our school is providing all facilities in this direction, and you teachers and students have done excellent works in the past years. I am sure this year also your science club can do lot of works and projects. I request you to use this opportunity, and I wish you could do wonders. Thank you. Thank you, sir. Thank you so much. നമ്മുടെ സ്കൂൾ ആരംഭിച്ച വർഷം മുതൽ 2010 വരെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും നമ്മുടെ സ്കൂളിനെ വിജയതിലകത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത നമ്മുടെ ഫോർമർ പ്രിൻസിപ്പൽ ശ്രീ ബേബി കാളിപറമ്പിൽ സാറിന് നമ്മുടെ സയൻസ് ക്ലബിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിൻസിപ്പൽ, ഡിസ്ട്രിക്ട് ഗേൾസ്, ഓണറബിൾ മാനേജർ, എസ്റ്റീംഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റാഫ് and my dear students, a warm salute to all of you. Let me introduce myself. I am Baby Kalivarapil, the former principal of this school. By God's grace, I got the privilege to lead this institution in its initial years. I have been part of this school, I think, up to 2010. Today I am much delighted in hearing that your science club activities is going successful. Let me congratulate you for continuing the activities of the science club even in this lockdown period and in the midst of the COVID-19 pandemic. May I take the liberty to say an inspirational quote from the famous scientist Louis Pasteur. You know him. He developed vaccines for anthrax and rabies.
One of his famous quotations is that science knows no country because knowledge belongs to humanity and is a torch which illuminates the world. So, the developments in the world of science, its inventions, its discoveries, they all will illuminate our present world. May we go to the advantages of Science Club. A properly organized Science Club is a valuable aid to teach science. It motivates you in your studies. It develops a scientific temper, a scientific discipline, and creativity among you. It can make a scientific temper and a discipline in your studies. It helps to create the power of reasoning, skills to make new things, your power of observation, your self-expression, independent research, constructive projects, and so on and so forth. But there is one thing to remember. Nowadays, a lot of misinformation is conveyed through social media under the cover of scientific facts and inventions. But most of them are pseudosciences. I wish all the very best to the successful activities of the Science Club. Once again, I thank you one and all. Thank you, sir, for your wishes. നമസ്കാരം, ഞാൻ ദേവശിക സുരേഷ്. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് പഴയ ഒരു ചുരിദാർ പീസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലോത്ത് ബാഗ് തയ്ക്കുന്നതെന്നാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ആ ചുരിദാർ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത ഒരു സ്ക്വയർ പീസ്, അതിന് വള്ളിക്കായി ആവശ്യമുള്ള അതേ ഭാഗത്തിൽ നിന്ന് തന്നെ 2 വള്ളികൾ, Hi all, I am Rinsa Nasir. I am studying in 7th standard. Here I am going to make an eco-friendly mask. സൂര്യ ടിവിയിലെ മലയാളി ഹൗസ് എന്ന പ്രോഗ്രാമിലെ കണ്ടസ്റ്റന്റായി വന്ന് പ്രേക്ഷക പ്രീതി നേടിയ താരം പിന്നീട് തൻ്റെതായ വ്യക്തിമുദ്ര
ഓരോ സിനിമകളിലും സീരിയലുകളിലും ആവർത്തിച്ച താരം റോസിൻ ജോളി. I would like to welcome Rosin Jolie for her wishes. Hi everybody, this is Rosin Jolie. Here's wishing all the members of TGM family all the very best, and also a special mention to the Science Club which is being inaugurated on July 28th. Wishing all the students all success. Bye-bye. Hi all, today I am making a model of water well. Hi, I am Vishajit. I am making a simple rocket by കോലമിഠായി എന്ന ചിത്രത്തിലൂടെ മലയാള മനസ്സുകളിലേക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊണ്ടുവന്ന ഡയറക്ടർ അരുൺ വിശ്വം സാർ. I would like to welcome അരുൺ വിശ്വം സാർ for his blessings. സജീവമായി പ്രവർത്തിക്കുന്ന 10ഓളം ക്ലബ്ബുകളിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നന്മയെ, നാളെയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്ന TGM വിദ്യാനികേതന് എല്ലാവിധ ഭാവുകങ്ങളും. Leave your child in trusted hands and enjoy the experience with TGM. Hi all, I am Amal Joseph. I am studying 4th standard. So today I'm here is to make a pen holder. So the materials required. So 3 coconut shells, then some yarns. You can choose any color as per your choice.
I would like to welcome beautiful mini screen actress Sonu Sadish for her wishes. നമസ്കാരം, ഞാൻ സോനു സതീഷ് കുമാർ. TGM വിദ്യാനികേതൻ ജൂലൈ 28 നടക്കുന്ന സയൻസ് ക്ലബ് ഇനാഗുറേഷൻ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Our country is our identity. Keep it clean. I am studying TGM Vidyaniketan in class 4. Today I make a newspaper bag. അങ്കമാലി ഡയറീസിലും മാലിക്കിലും അതുപോലെ മറ്റനവധി സിനിമകളിലും നമ്മെ കോരിത്തരിപ്പിച്ച ശ്രീ ശരത് അപ്പാണി സാറിന് TGM കുടുംബത്തിലേക്ക് സ്വാഗതം. ശരത്തപ്പാനിയാണ്. മാറുന്ന ലോകത്തിൻ്റെ പുത്തൻ വെളിച്ചവുമായി മുന്നോട്ട് പോകുന്ന വിദ്യാനികേതന് TGM വിദ്യാനികേതൻ എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും 1000 ആശംസകൾ നേരും. അധ്യാപകർക്ക് താങ്ക് യു. Green is an excellent initiative that helps our nature and environment. This year I pledge to be an energy star. It's not yours, not mine, it's ours. So protect your mother who nourishes you. Thank you.
അടുത്തതായി സംസാരഭാനീരം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ കടന്നുവന്ന് പ്രേക്ഷകപ്രീതി നേടിയ ശ്രീമതി മെറീന കുരിശിങ്ങൻ്റെ വാക്കുകൾ ശ്രവിക്കാം. മലയാള സിനിമ സീരിയൽ പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി ജീജ സുരേന്ദ്രൻ. I would like to welcome Mrs. Jeeja Surendran to our club inauguration. ഹായ്, ഞാൻ ജീജ സുരേന്ദ്രൻ. വിദ്യാഭ്യാസം സുഖമുള്ള ഓർമ്മയാക്കുവാൻ മികച്ച പ്രവർത്തനവുമായി മുന്നേറുന്ന വൈക്കം TGM വിദ്യാനികേതനത്തിന് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. എൻജോയ് വിത്ത് വൈക്കം TGM വിദ്യാനികേതൻ. താങ്ക് യു. മിനി സ്ക്രീനിലൂടെയും എന്റർടൈൻമെന്റ് പ്രോഗ്രാമായ സ്റ്റാർ മാജിക്കിലൂടെയും ശ്രദ്ധേയയായ താരമാണ് ജസീല പ്രവീൺ. I would like to welcome Mrs. Jasila Praveen for wishes. Hi everyone, myself is Jasila Praveen. My sincere wishes to all the members of TGM family. I came to know that TGM school is hosting more than 10 clubs to increase attention and engagement of students during this pandemic time. And especially Science Club of TGM is getting inaugurated on 28th of July. So all the very best. അഭിനയ മികവ് കൊണ്ട് മലയാളി പ്രേക്ഷകർക്കിടയിൽ ആവേശത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ച ഭൂമിയിലെ ഇന്ദ്രൻ, മലയാളികൾക്ക് സുപരിചിതനായ മിനി സ്ക്രീൻ ആക്ടർ ഷാനവാസ് ഷാ. I would like to welcome famous mini screen actor Sri Shanavas Shanu for his lovable words. ഹായ്, നമസ്കാരം. ഞാൻ ഷാനവാസ്. വൈക്കം TGM സ്കൂളിലെ കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം വിജ്ഞാനപ്രദവും രസകരവുമാക്കാൻ വേണ്ടി 10ഓളം ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുവെന്നറിഞ്ഞു. വളരെയധികം സന്തോഷം. ഈ ക്ലബ്ബുകളിലെ പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം ജൂലൈ 28-ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സയൻസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന കൈകൾ പ്രശസ്ത നിർമ്മാതാവ് ശ്രീ നൌഷാദ് ആലത്തൂർ. സാറിനെ ഞങ്ങളുടെ സയൻസ് ക്ലബിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, നൌഷാദ് ആലത്തൂരാണ്. വിദ്യാഭ്യാസം സുഖമുള്ള ഓർമ്മയായി മാറുവാൻ മികച്ച പ്രവർത്തനവുമായി TGM വിദ്യാനികേതന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ചിരിക്കുവാൻ എല്ലാവർക്കും സാധിക്കും, എന്നാൽ ചിരിപ്പിക്കുവാൻ ചില വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളിലേക്ക് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ശ്രീ നിർമ്മൽ പാലാഴി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കലാ സാംസ്കാരിക രംഗങ്ങളിലെ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്ന TGM വിദ്യാനികേതന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ ഈ ജൂലൈ 28-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന സയൻസ് ക്ലബിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ സ്വന്തം നിർമ്മൽ പാലാഴി. മലയാള ചലച്ചിത്ര മേഖലകളായ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന വ്യക്തിത്വം, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ താരം അഞ്ജു അരവിന്ദ് മാമിന് ഞങ്ങളുടെ സയൻസ് ക്ലബിൻ്റെ ഇനാഗുറേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ അഞ്ജു അരവിന്ദ്. വിദ്യാഭ്യാസം സുഖമുള്ള ഓർമ്മയാക്കുവാൻ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന വൈക്കം TGM വിദ്യാനികേതന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും. എല്ലാവരും സേഫായിരിക്കുക. എൻജോയ് ദ എക്സ്പീരിയൻസ് വിത്ത് TGM. താങ്ക് യു സോ മച്ച്.
Gogri Sevat. Next, I would like to welcome actor Shri Shahjahan Tarvatil for his wishes. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഷാജഹാൻ തറവാട്ടിൽ. ഒരു ചെറിയ കലാകാരനാണ്. സിനിമ സീരിയൽ മേഖലയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അഭിനേതാവായിട്ടും വർക്ക് ചെയ്യുന്നു. വിദ്യാഭ്യാസം ഒരു സുഖമുള്ള ഓർമ്മയാക്കുവാൻ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന വൈക്കം TGM വിദ്യാനികേതന് എൻ്റെ എല്ലാവിധ ആശംസകളും. Enjoy the experience with the TGM. ടൺ കണക്കിന് ഫണ്ടുമായി ക്ലബ് FM 9.0 മലയാളികളുടെ കാതുകളെ ശ്രവണസുന്ദരമാക്കിയ റേഡിയോ ജോക്കി RJ രേണുവിനെ നമ്മുടെ സയൻസ് ക്ലബിന്റെ ഇനാഗുറേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ലബിൽ അംഗമായിരിക്കുകയും യൂത്ത് ഫെസ്റ്റിവൽസ്, സയൻസ് ഫെയർ, മാത്സ് ഫെയറിനൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഈ ക്ലബ്ബുകളൊക്കെ നടക്കുക എന്ന് പറയുന്നത് സാധാരണ പോലെ എല്ലാ ദിവസവും പോയി പങ്കെടുക്കുന്ന പോലെ ഒരു സുഖമുള്ള കാര്യമല്ല എന്നറിയാം. എന്നാലും പാൻഡമിക് സിറ്റുവേഷനിൽ വിദ്യാനികേതൻ സ്കൂള് വൈക്കത്തിങ്ങനെ നിങ്ങളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ അധ്യാപകരോടും എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നതാണ്. പിള്ളേരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഓർക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ക്ലബ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ RJ റീനു എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. നേരിട്ടൊക്കെ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ പാൻഡമിക് സിറ്റുവേഷൻ നമ്മളെ തന്നെ ശ്രദ്ധിക്കണ്ടേ. അടുത്ത വർഷമെങ്കിലും സ്കൂളുകളിൽ പോകാനായിട്ടും നേരിട്ട് സുഹൃത്തുക്കളെ എല്ലാവരെയും കാണാൻ പറ്റുവാനും എല്ലാവർക്കും പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓൾ ദി ബെസ്റ്റ് സയൻസ് ക്ലബിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നാളത്തെ സയൻറ്റിസ്റ്റാണ് നിങ്ങൾ. ഓരോരോ നിലകളിലെത്താൻ, നല്ല നിലകളിലെത്താനുള്ളവരാണ്. ഓൾ ദി വെരി ബെസ്റ്റ്.
Save energy, save money, save the planet. Save water. It all starts with you. Save water. Today or tomorrow we will pay. Save water. ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. കുഞ്ഞു കുരുന്നുകൾ ഈ ഗാനം ഏറ്റുപാടിയപ്പോൾ മലയാളി മനസ്സിൽ ഇടം നേടിയ നമ്മുടെ കൊച്ചുമിടുക്കി. അഭിനയം മാത്രമല്ല അവതരണവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച നമ്മുടെ സ്വന്തം മീനാക്ഷി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷിയാണ്. TGM വിദ്യാനികേതൻ മറവൻതുരുത്ത് സ്കൂളിലെ എല്ലാ ക്ലബ് പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ്. I would like to welcome actor Sri Mohan Airur for his blessings. നമസ്കാരം, ഞാൻ മോഹൻ അയരൂർ. ഈ ജൂലൈ 28 കോട്ടയത്ത് മറുവാൻതുരത്തിൽ TGM വിദ്യാനികേതൻ സ്കൂളിൻ്റെ സയൻസ് ക്ലബിൻ്റെ ഉദ്ഘാടനമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ബഹുമാന്യരായ അധ്യാപകർക്കും പേരൻസിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും എനിക്ക് എൻ്റെ സ്നേഹപുഷ്പമായിട്ടുള്ള ആശംസകൾ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. റെഡ് FM 93.5 മലയാളികളിലേക്ക് കഥകളുടെ സാഗരം തുറന്നു തരുന്ന റേഡിയോ ജോക്കി RJ മുസാഫിർ. I would like to welcome RJ മുസാഫിർ for his wishes. ഹായ്, ഞാൻ മുസാഫിർ. ഓൺലൈൻ സ്കൂളിങ്ങിൻ്റെ കാലമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് സമയം ഫ്രീ ആയിട്ട് വെറുതെ വീട്ടിലിരിക്കുകയാണ്. കാരണം കുറച്ച് സമയം മാത്രമേ ക്ലാസ് നടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾ അധികം എൻഗേജ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഒരുപാട് നേരം ഇങ്ങനെ വെറുതെ നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ പോലും പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അവരുടെ ഒരു എൻഗേജ്മെൻറ്റ്സും അറ്റൻഷനും എൻ്റർടൈൻമെൻറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലബ്ബുകൾ അവർക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ നമ്മുടെ TGM വിദ്യാനികേതനിൽ ഇതുപോലെ കുട്ടികളുടെ ഒരു അറ്റൻഷനും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 10-ലധികം ക്ലബ്ബുകൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. സോ TGM ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ജൂലൈ 28, അതായത് 2021 ജൂലൈ 28 അവരുടെ ഒരു പുതിയ ക്ലബ്ബ് കൂടി ലോഞ്ച് ചെയ്യാൻ പോവാണ്. ദാറ്റ്സ് ദ സയൻസ് ക്ലബ്. അപ്പോൾ സയൻസ് ക്ലബിനും ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആശംസകൾ അറിയിക്കുന്നു. TGM ഫാമിലിയിലുള്ള ഓരോ കുഞ്ഞുമക്കളോടും ഓൾ ദ ബെസ്റ്റ് മക്കളെ. നന്നായിട്ട് പഠിക്കും, നല്ല സ്മാർട്ടായിട്ട് വളരും. ഓൾ ദ ബെസ്റ്റ് വൺസ്. താങ്ക് യു. നമസ്കാരം. ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീദേവി മാം, ഈ അവസരമൊരുക്കി തന്ന TGM മാനേജ്മെന്റ്, ഇന്നത്തെ ഈ വേദിയെ ധന്യമാക്കിയ സദസ്, ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, മുൻ കേന്ദ്രമന്ത്രി O രാജഗോപാൽ, ശ്രീമതി രമ്യ ഹരിദാസ്, ശ്രീ PJ ജോസഫ് MLA, ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൻഡ് വാർഡ് മെമ്പർ VT പ്രതാപൻ സാർ, ഡോക്ടർ AC പോൾ, മിസസ് ധന്യ G നായർ, ശ്രീ വിജയരാഘവൻ, ശ്രീ ശിവജി ഗുരുവായൂർ, ശ്രീ ശരത് അപ്പാണി, ശ്രീ നീരജ് പാലാഴി, ശ്രീ നന്ദനുണ്ണി, ശ്രീ ഷാനവാസ് ഷാനു, ഷാജഹാൻ തറവാട്ടിൽ, ശ്രീ അബി മാധവ്, ശ്രീ മോഹൻ ഐരൂർ, ആക്ട്രസ് ശ്രീമതി സുരഭി ലക്ഷ്മി, മിസ് മെറിൽ ഫിലിപ്പ്, മിസ് മെറീന മൈക്കിൾ, മിസ് റോസിൻ ജോളി, മിസ് സോനു സതീഷ് കുമാർ, മിസ്സസ് അഞ്ജു അരവിന്ദ്, മിസ് ജസീല പ്രവീൺ, മിസ് ജീജ സുരേന്ദ്രൻ, മിസ് മീനാക്ഷി, ഡയറക്ടർ ശ്രീ അരുൺ വിശ്വ, പ്രൊഡ്യൂസർ ശ്രീ നൌഷാദ് ആലത്തൂർ, RJ ശ്രീ മുസാഫർ, RJ മിസ് രേണു, RJ മിസ് പാർവതി, നമ്മുടെ അധ്യാപകർ, അനധ്യാപകർ, മാതാപിതാക്കൾ, TGM അലൂമിനി മെമ്പേഴ്സ്, നമ്മുടെ പ്രിയ കുരുന്നുകൾ, TGM കുടുംബത്തിന്റെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।